ഇപ്പോൾ ഇവിടുന്ന് പോകുന്ന സ്റ്റുഡൻസിന് കുറച്ച് അവരുടെ ഡൗട്ടും കാര്യങ്ങളൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർ അക്കോമഡേഷനും കാര്യങ്ങളും അതേപോലെ ഹോസ്റ്റൽ സൗകര്യം ഇതെല്ലാം എങ്ങനെയാണ്? അത് നമ്മുടെ യൂണിവേഴ്സിറ്റി തന്നെ അത് നൽകുവാണോ? എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ? എല്ലാവർക്കും ഉള്ളൊരു കൺസേണും കൂടിയാണ് അത്. ഇപ്പോൾ കുട്ടികൾ പുറത്തേക്ക് പോകുമ്പോൾ അവർക്ക് സംശയമുണ്ടോ, ഇപ്പോൾ ഫുഡിൻ്റെ കാര്യത്തിൽ എങ്ങനെയാണ്, താമസത്തിൻ്റെ കാര്യമൊക്കെ എങ്ങനെ വരും, അങ്ങനെ കുറേ പേടിയും കാര്യങ്ങളൊക്കെ നമുക്ക് പേരൻസിനായാലും ഉണ്ടാവും. ഇപ്പോൾ നിലവിൽ നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ 2 ഹോസ്റ്റൽസ് ആണ് വരുന്നത്. അതിലിപ്പോൾ നിലവിൽ ഇന്ത്യൻ ഫുഡ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത്. ഇപ്പോൾ റീസെൻ്റ്ലി നമുക്ക് പുതിയൊരു ഹോസ്റ്റലും കൂടി റെഡിയായി വരുന്നുണ്ട്. അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മലയാളി ഫുഡ്സും കാര്യങ്ങളും എല്ലാം അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു ഹോസ്റ്റലാണ് അവിടെ വരുന്നത്. പിന്നെ നമുക്ക് വാർഡനും കാര്യങ്ങളും അങ്ങനെ എല്ലാവരും മലയാളി, മാക്സിമം ഒരു കേരളത്തിൽ നിന്നുള്ളൊരു സ്റ്റൈൽ നമ്മളോട് കൊണ്ടുവരാനാണ് നോക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസും ഇപ്പോൾ പോകുന്നതിലൊരു 70 അല്ലെങ്കിൽ ഒരു 80% സ്റ്റുഡൻസ് നമുക്ക് മലയാളികളാണ് സൗത്ത് ഇന്ത്യ എന്നുള്ളതിൽ. അപ്പോൾ അവർക്ക് കുറച്ചും കൂടി ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഹോസ്റ്റൽ, ഒരു ഫെസിലിറ്റി നമ്മൾ ക്രിയേറ്റ് ചെയ്യാനാണ് ഇപ്പോൾ നോക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സ്റ്റേയുടെ കാര്യത്തിലാണെങ്കിലും അല്ലെങ്കിൽ ഫുഡിൻ്റെ കാര്യത്തിലാണെങ്കിലും പേരൻസ് അധികം ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് ഫുഡ് അടക്കമായിട്ട് കേരള ഫുഡ് അവൈലബിൾ ആയിട്ട് അവിടെ വരുന്നുണ്ട്. അതിനുവേണ്ട അറേഞ്ച്മെൻറ്റ്സ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്.